ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ കപ്പലിലെ ക്രിസ്മസ് ആഘോഷം കണ്ടിട്ടുണ്ടോ? അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ നടക്കുന്ന ഒരു ക്രിസ്മസ് ആഘോഷത്തിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇത് കണ്ട, ഇതാണ് കപ്പലിലെ ഡ്യൂട്ടി മെസ് റൂം എന്ന് പറയുന്നത്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള യൂണിഫോമിൽ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു മെസ് റൂമുണ്ട്, അവിടെ ഇരുന്നിട്ടാണ് നോർമൽ ഡ്രസ്സിൽ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ക്രിസ്മസ് ആഘോഷം നടക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു യൂറോപ്യൻ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മാസം മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമെല്ലാം നല്ല സെറ്റപ്പായിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 24-ാം തീയതി വൈകുന്നേരം ഡിന്നറിൽ നിന്നാണ് ക്രിസ്മസിൻ്റെ ആഘോഷം തുടങ്ങുന്നത്. ഇതിനെ ഡാനിഷ് ട്രഡീഷണൽ ഡിന്നർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതേ കപ്പലിലെ ടേബിളൊക്കെ സ്റ്റീവേഡ് നല്ല സെറ്റപ്പായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡിന്നറിന് വേണ്ടിയിട്ട്. ക്രിസ്മസ് ഡിന്നറിന് മുന്നേ വേറൊരു പരിപാടിയുണ്ട്. ഈ ഇരിക്കുന്ന സാധനം കണ്ട, ക്രിസ്മസ് ഗിഫ്റ്റ്. ഇത് 26 പേർക്കുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ ഇത് ക്യാപ്റ്റനാണ് കൊടുക്കുന്നത്. 26 ഗിഫ്റ്റുകളും വെവ്വേറായിട്ടുള്ള ഗിഫ്റ്റുകളാണ്. അതുകൊണ്ട് ഓരോ നമ്പർ അനുസരിച്ചാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഏത് നമ്പറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ നമ്പർ ആയിട്ട് ചെന്നിട്ട് ഗിഫ്റ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് കപ്പലിലെ ക്യാപ്റ്റൻ വരുന്നവർക്ക് നമ്പർ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഓൾറെഡി നമ്പർ കിട്ടി. ഞാൻ ആ നമ്പറും പിടിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് കിട്ടാൻ പോകുന്ന സന്തോഷത്തിലാണ് നമ്മുടെ കൂട്ടുകാരെല്ലാവരും. നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി ക്രിസ്മസ് ഗിഫ്റ്റ് ഏത് നമ്പറാണ് ഒട്ടിച്ചിരിക്കുന്നത് അതനുസരിച്ച് വന്ന് ഗിഫ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഗിഫ്റ്റ് എടുക്കുന്നതാണ്. അപ്പോൾ ഇനി ഇവർക്ക് എന്തൊക്കെ ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തരുടെ ഗിഫ്റ്റ് പോയിട്ട് നോക്കാം. ഇത് കപ്പലിലെ യുക്രൈനിയൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന് ഹെഡ്സെറ്റ് കിട്ടി. ഇവിടെ 2 വാച്ച് ഇരിപ്പുണ്ട്. ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണേ കണ്ട എല്ലാവർക്കും ക്രിസ്മസ് വിഷ് ചെയ്ത്. ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഡാൻസ് കളിച്ച് ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തേർഡ് എഞ്ചിനീയർ വന്നിട്ട് അവന് കിട്ടിയ എന്താണെന്ന് കാണിച്ചു തന്ന്. ആൾക്ക് സ്പ്രേ ആണ് കിട്ടിയത്. ഇത് നമ്മുടെ സെക്കൻഡ് എഞ്ചിനീയറാണ്. ഇനി നമുക്ക് കപ്പലിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത തമിഴൻ ബ്രോ ഉണ്ട്. ആൾക്ക് എന്താ കിട്ടിയെന്ന് നോക്കാം. ആൾക്കിത് ഇവിടെ നല്ല സൂപ്പർ സ്പീക്കർ കിട്ടിയിട്ടുണ്ട്. ബ്രാൻഡഡ് സ്പീക്കറാണ്. അപ്പോൾ ആളതിൻ്റെ സന്തോഷത്തിൽ ഇവിടെ നിൽക്കുകയാണ്. ഇത് കപ്പലിലെ 4th എഞ്ചിനീയറാണ്. ആൾക്ക് സ്പ്രേ ആണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമുണ്ട്. എവിടെ നോക്കിയാലും നല്ല സൂപ്പർ ചിരി കാണാൻ പറ്റുന്നുണ്ട്. കാരണം എല്ലാവരുടെയും കയ്യിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. എവിടെ തിരിഞ്ഞിട്ടും എല്ലാവരും ഗിഫ്റ്റ് പൊട്ടിച്ച് ഗിഫ്റ്റിൻ്റെ വിശേഷം നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇവർ 3 പേരാണ് കപ്പലിലെ വൈപ്പറും മോട്ടർമാനും. ഇവർ ഫിലിപ്പിനോകളാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം എന്താ കിട്ടിയെന്നുള്ളത്. ഇവിടെ അടുത്ത് നിന്ന് ഒരാൾ പൊട്ടിക്കുന്നുണ്ട്. ആൾക്ക് എന്താ കിട്ടി? ജാക്കറ്റാണ് കിട്ടി കേട്ടോ. സൂപ്പർ ജാക്കറ്റാണ് കേട്ടോ. കൊള്ളാം, നല്ല ജാക്കറ്റാണ്. ഇത് നമ്മുടെ ഡേമാനാണ്, ഫിലിപ്പിനോ ആൾ കേട്ടോ. ആൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഗുഡ് നൈറ്റിൻ്റെ സ്പ്രേ ആണ് കിട്ടിയിരിക്കുന്നത്. കൂടുതലും ആൾക്കാർക്ക് സ്പ്രേ ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഗിഫ്റ്റെല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ ഡിന്നർ തുടങ്ങാനായി. അപ്പോൾ ഡിന്നറിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡുണ്ട്. കൂടുതലും യൂറോപ്യൻ ഡിഷസാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പേര് ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ശരിക്കും ഒരു ചിക്കൻ്റെ പീസും യെല്ലോ റൈസും അതുപോലെ തന്നെ വെജിറ്റബിൾ ഒരു കേക്കും എടുത്ത് ചോറ് വിട്ടിട്ടുള്ള കളി പണ്ടേ ഇല്ല. അങ്ങനെ ഡിന്നറും കഴിച്ച് നേരെ പോയത് ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഗിഫ്റ്റ് ഇതുവരെ പൊട്ടിച്ചിട്ടില്ലായിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ടാണ് പൊട്ടിച്ചത്. കവർ തുറന്ന് നോക്കിയപ്പോഴേക്ക് അത്യാവശ്യം വലിയൊരു പാക്കറ്റൊക്കെ ആയിരുന്നു. പൊട്ടിച്ച് നോക്കിയപ്പോഴേക്ക് കരോക്കെ സെറ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗിഫ്റ്റായിരുന്നു. 2 മൈക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവരുണ്ടായിരുന്നു പൊട്ടിക്കാത്തത്. അവരും വന്ന് കൂടെ നിന്ന് ഗിഫ്റ്റെല്ലാം പൊട്ടിച്ച്. അപ്പോൾ അവരുടെ ഗിഫ്റ്റ് നോക്കി. ചിലർക്കൊക്കെ ടൂൾ ബോക്സാണ് കിട്ടിയത്. ശരിക്കും സ്പാനറും കാര്യങ്ങളൊക്കെ ഉള്ള ടൂൾ ബോക്സ്. ഞാൻ അത് നോക്കി നിൽക്കുമ്പോഴേക്ക് കൂടെ ജോലി ചെയ്യുന്ന വേറുള്ളവരും വന്ന് അവരുടെ ഗിഫ്റ്റും കാണിച്ച്. സൂപ്പർ ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ 24-ാം തീയതിയിലെ പരിപാടി കഴിഞ്ഞ് ഇനി 25-ാം തീയതിയിലെ പരിപാടിയാണ്. 25-ാം തീയതി രാവിലെ തുടങ്ങുന്നത് ഈ പന്നീനൊക്കെ ഉണ്ടോ, പന്നീനൊക്കെ ഇറക്കി റെഡിയാക്കുക എന്നുള്ളതാണ്. ഏകദേശം 3-4 മണിക്കൂർ എടുക്കുന്ന പരിപാടിയാണ്. ഓരോരുത്തരും മാറി മാറി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. ഈ കപ്പലിൽ എന്ത് സെലിബ്രേഷനോ അല്ലെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു പന്നീനെ റെഡിയാക്കി എടുക്കും. അപ്പോൾ ഇനി അടുത്ത പരിപാടി ക്രിസ്മസ് ലഞ്ചാണ്. ക്രിസ്മസ് ലഞ്ചിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബീഫുണ്ട്, പോർക്കുണ്ട്, ലാമ്പുണ്ട്, ചിക്കനുണ്ട്, ഷാൽമോൻ ഫിഷുണ്ട്, കല്ലുമ്മക്കായ ഉണ്ട്, ചെമ്മീനുണ്ട്, വെജിറ്റബിളുണ്ട്, നൂഡിൽസ് ഉണ്ട്, ഫിഷ് ബിരിയാണി ഉണ്ട്, പൊട്ടാറ്റോ ചിപ്സ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാം ഉണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ രുചി കേരളത്തിൽ അത്രയും കിട്ടത്തില്ല. കാരണം ഇതിലൊന്നും അധികം മസാലയോ എണ്ണയോ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ രുചി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കപ്പലിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കേരളത്തിലെ ഫുഡാണ്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫുഡും ഇവിടെ ചീഫ് കുക്കും സ്റ്റീവേർഡും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവർക്കാണ് ശരിക്കും ഇന്നത്തെ ദിവസം താങ്ക്സ് പറയേണ്ടത്. ഇതിൻ്റെ പുറകിലെ കഷ്ടപ്പാട് മുഴുവനും അവർക്കാണ്. ഇവിടെ ഡെസേർട്ടുണ്ട്, കേക്കുണ്ട്, അതേപോലെ തന്നെ വെജിറ്റബിൾ സാലഡ്സ് ഉണ്ട്. വെജിറ്റബിൾ സാലഡ്സ് 2 തരത്തിലുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, ബണ്ണുണ്ട്,
പിന്നെ ഇത് ഇവിടെ കുറച്ച് സ്വീറ്റ്സ് ഇരിപ്പുണ്ട്. അതുപോലെ ഇത് ഇവിടെ കുറച്ച് കോള ഉണ്ട്, പിന്നെ ബിയറുണ്ട്. ബിയർ നോൺ ആൽക്കഹോൾ ബിയറാണ്, ആൽക്കഹോൾ ഇല്ലാത്ത ബിയറാണ്. ഇപ്പോൾ ക്രിസ്മസിൽ ലഞ്ചിന് കഴിക്കാൻ ഞാൻ ഇതാണ് എടുത്തത്. ഒരു മീറ്റ് റോൾ എടുത്ത്, പിന്നെ കുറച്ച് സാൽമൺ ഫിഷ് എടുത്ത്, വെജിറ്റബിൾ സാലഡ് എടുത്ത്, കുറച്ച് ചോറ് എടുത്ത്, പിന്നെ ഇത് ഈ ചെമ്മീൻ കണക്കിരിക്കുന്ന സാധനം. ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയത്തില്ല എന്താണെന്നുള്ളത്. പിന്നെ അതേ അടുത്തിരുന്ന് കഴിക്കുന്നവൻ്റെ പ്ലേറ്റിലും കൂടി നോക്കി. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ലഞ്ച് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടിയുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു ചെറിയ ഗെയിമാണ്. അപ്പോൾ ആ ഗെയിമിന് കൊടുക്കാനുള്ള പ്രൈസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഗെയിമിൻ്റെ പേര് ബിങ്കോ ഗെയിം എന്നാണ്. ഇതാണ് ക്യാപ്റ്റനാണ് ഈ ഗെയിം ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഗെയിം തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമായിരുന്നു. ഇവിടെയും പ്രൈസ് കിട്ടിയവരുടെ മുഖത്തൊക്കെ നല്ല സന്തോഷം കാണാനുണ്ടായിരുന്നു, കിട്ടാത്തവരുടെ മുഖത്തൊക്കെ വിഷമവും കാണാനുണ്ടായിരുന്നു. എങ്കിലും ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയവരുണ്ട്. അങ്ങനെ 2025 ക്രിസ്മസ് നടുക്കടലിലാണെങ്കിലും കുഴപ്പമില്ലാതെ ആഘോഷിക്കാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞൊരു ക്രിസ്മസ് നേരുന്നു. കളിച്ച ബിങ്കോയിലും കുഴപ്പമില്ലാതെ 2 പ്രൈസ് കിട്ടി. അങ്ങനെ കപ്പൽ അറ്റ്ലാന്റിക് കഴിഞ്ഞ് ഇന്ത്യൻ ഓഷ്യൻ എത്തിയിട്ടുണ്ട്. സിംഗപ്പൂർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 7-ാം തീയതിയാണ് അറൈവൽ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.